എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് സ്വതന്ത്രമായി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുടെയും സ്വരം ഉയരട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. കർത്താവിന്റെ ആത്മാവിന് വേണ്ടി, ആത്മാവിന്റെ നിറവിനായി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നവീകരിക്കുവാൻ തക്കവിധം ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് അവിടുത്തെ വചനങ്ങൾ ശ്രവിക്കാം. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നല്ലിടയനായ ഈശോയെ, വഴിതെറ്റിപ്പോകുന്ന ആടിനെ അന്വേഷിച്ചു വരുന്ന എൻ്റെ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ പുത്ര, ഈ നിമിഷം പല രീതികളിൽ വഴിതെറ്റിപ്പോയ നിന്റെ കുഞ്ഞാടുകളാണല്ലോ ഈ പരിശുദ്ധമായ ഹോളിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ നല്ലിടയന്റെ മുൻപിൽ പരിപൂർണമായി ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഏതെല്ലാം മേഖലകളിലാണ് നീ കാണിച്ചു തന്ന വഴിയെ സഞ്ചരിക്കാതെ ഞങ്ങളുടേതായ വഴികളിലൂടെ ഞങ്ങൾ കടന്നുപോയിരിക്കുന്നുവെന്ന് ഈ നിമിഷം ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണമേ. ഹൃദയത്തെ തുറന്ന് ജീവിതത്തിലെ പോരായ്മകളെ കണ്ടെത്തി കർത്താവേ, നിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു വിളിയാണല്ലോ ഇത്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ കൽപ്പനകളെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകളെ തിരിച്ചറിയുവാനും കർത്താവേ, നിന്റെ പിന്നാലെ വീണ്ടും കടന്നു വരുവാനും നിന്നോട് ചേർന്ന് ഈ വിശ്വാസ ജീവിതത്തിൽ നടന്നു മുന്നേറുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പാപികളും ബലഹീനരുമാണ് കർത്താവേ ഞങ്ങൾക്ക് നിന്റെ കൃപ മാത്രം മതി രക്ഷ പ്രാപിക്കുവാനായിട്ട്. കൃപയുടെ നിമിഷങ്ങളായി ഈ തിരുമണിക്കൂറിനെ അങ്ങ് മാറ്റണമേ. വചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴമായി നിന്റെ സന്ദേശത്തെ അയക്കണമേ. യേശുവേ, വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും സ്വസ്ഥമായിരിക്കുക. യുദ്ധത്തിൻ്റെയും ഭീകര പ്രവർത്തനങ്ങളുടെയും
കൊലപാതകങ്ങളുടെയും പട്ടിണി മരണങ്ങളുടെയും ആത്മഹത്യകളുടെയും അക്രമങ്ങളുടെയും ഒക്കെ ഞെട്ടിപ്പിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവനാണ് ആധുനിക മനുഷ്യൻ. എവിടെ നോക്കിയാലും തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം. അതിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന ഏതാനും ആധുനിക മനുഷ്യരാണ് ഞാനും നിങ്ങളുമൊക്കെ. തിന്മയും പാപവും പെറ്റുപെരുകുമ്പോഴും തിന്മകളുടെയും പാപത്തിൻ്റെയും ഒക്കെ നീർച്ചുഴിയിൽ കിടന്ന് വട്ടം തിരിയുമ്പോഴും അവൻ ഒരു വിഡ്ഢിയെ പോലെ അലറുകയാണ് പാപം ഇല്ല എന്ന്. ഒരു വശത്ത് തിന്മ വർദ്ധിച്ചു വരുമ്പോൾ മറുവശത്ത് അവൻ സ്വന്തം കണ്ടെത്തുന്ന ന്യായീകരണങ്ങളിലൂടെ പാപത്തെ പാപമല്ലാതാക്കി പിക്ചർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്, ചിത്രീകരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ടൊക്കെ മനുഷ്യൻ പാപം ചെയ്താൽ അത് പാപമാണെന്ന് അംഗീകരിക്കുവാനും ആ പാപത്തെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുൻപിൽ ഏറ്റുപറയുവാനും അവനൊരു മനസ്സുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അത് പാപമല്ല എന്നുള്ള യുക്തികളിലൂടെ പാപത്തെ ന്യായീകരിച്ച് തിന്മയെ തിന്മയല്ലാതാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ഒക്കെ ജീവിക്കുക. പാപത്തെ പാപമായി അംഗീകരിക്കുവാൻ ഇന്നത്തെ യുവതീ-യുവാക്കളുടെ മുൻപിൽ പാപത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുവാൻ പോലും അവർക്ക് ആഗ്രഹമില്ല. പാപത്തെക്കുറിച്ച് സന്ദേശം നൽകുന്ന വൈദികരുടെ അടുക്കിലേക്ക് പോകുവാനായിട്ട് പലർക്കും മടിയ. എപ്പോൾ ദേവാലയത്തിൽ ചെന്നാലും വൈദികർ പറയുന്നു പാപം പാപം പാപം. എന്നാ പിന്നെ ഇത് ചെയ്യാതിരുന്നൂടെ? പാപമില്ലെങ്കിൽ ആരെങ്കിലും പാപത്തെക്കുറിച്ച് പറയുകയോ? ഇങ്ങനെ പാപത്തെക്കുറിച്ച് കേൾക്കുവാനായിട്ട് മനസ്സില്ലാത്തവര്, പാപം എന്തെന്നുള്ളത് അംഗീകരിക്കുവാനായിട്ട് മനസ്സില്ലാത്തവര് പാപം ചെയ്യാതിരുന്നാൽ നമ്മുടെ ലോകം രക്ഷപ്പെട്ടു. ശരിയല്ലേ? ശരിയല്ലേ? പാപമില്ലാത്ത ഒരു ലോകത്തിലേക്കാണ്, പാപമില്ലാത്ത ഒരു ലോകത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചത്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തില് ആ അവതരിച്ചവനെ, നല്ലിടയനെ നാം പരിചയപ്പെടുകയുണ്ടായി. തന്റെ പ്രിയപ്പെട്ട ആടുകളില് ഒരെണ്ണമെങ്കിലും വഴിതെറ്റിപ്പോകാനിടയായാൽ ആ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന നല്ല ഇടയൻ, നമ്മുടെ ഇടയൻ, നമ്മളെ കാത്തിരിക്കുന്ന നല്ല ഇടയൻ. ആ നല്ല ഇടയന്റെ സ്വരം ശ്രവിക്കുന്ന ആടുകളാണോ നാമൊക്കെ ഒന്ന് പരിശോധിക്കുവാനുള്ള നിമിഷങ്ങളാണ് ഇനിയുള്ള നിമിഷങ്ങൾ. ഇന്ന് കുമ്പസാരത്തിന്റെ ദിവസമാണ്. ഇന്നും നാളെയുമൊക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു പാപസങ്കീർത്തനം ചെയ്യേണ്ട ദിവസമാണ്. കുമ്പസാരത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ട നിമിഷമാണ്. അതുകൊണ്ട് ഈ നിമിഷത്തിലെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലിടയനായ യേശുവിനോട് പ്രാർത്ഥിക്കാം. പാപികളെ സ്നേഹിക്കുന്നവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ ഓരോന്നായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല ഈശോയെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അവയൊക്കെ നിന്റെ സന്നിധിയിൽ നല്ലൊരു കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഈ ധ്യാന ദിവസങ്ങളിൽ ലഭിക്കുന്ന കൃപകളാൽ നിറയുവാൻ, അവിടുന്ന് നൽകുന്ന സൗഖ്യത്തെ അനുഭവിക്കുവാൻ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളെ നമുക്ക് ശ്രവിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പറയുന്നു, ഭോക്ഷത്വം ആവർത്തിക്കുന്ന മനുഷ്യൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 11-ാം തിരുവചനം. ഭോക്ഷത്വം ആവർത്തിക്കുന്ന മനുഷ്യൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. നായ, പട്ടി സ്വഭാവം നമുക്കറിയാമല്ലേ? വയറ് നിറയെ നായ ഭക്ഷിക്കും. ഒരു തരി ഭക്ഷണം പോലും അകത്തേക്ക് കിടക്കാത്ത രീതിയിൽ നായ ഭക്ഷിക്കും. ഭക്ഷ്യത്തിന് ശേഷം എന്താ ചെയ്യുക? നായക്കാകെ വിമ്മിഷ്ടമാണ്. കുറച്ചങ്ങ് മാറി അവൻ ഛർദിക്കും ഒന്ന് സ്വസ്ഥമാകാനായിട്ട്. കുറെ ഛർദിച്ചു കഴിയുമ്പോൾ നായക്ക് ആശ്വാസമാകും. നായ തിരിച്ചു നടക്കും. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴാ വീണ്ടും അവന് വിശപ്പ് അനുഭവപ്പെടുക. പെട്ടെന്ന് എന്ത് ചെയ്യും? അവൻ ഓർക്കും, ഏതാ തൻ്റെ നിക്ഷേപം
ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ആ മൂലയ്ക്കെവിടെയോ ഛർദ്ദിച്ചു കൂട്ടിയ തന്റെ നിക്ഷേപം നായ തിരിച്ചു നടക്കും. എങ്ങോട്ട്? ഛർദിയിലേക്ക്. വീണ്ടും ഛർദ്ദിച്ച സാധനം വലിച്ചു തിന്നും. എല്ലാരും മുഖം അയ്യേ, എല്ലാവരും വൃത്തികെട്ട സാധനം എന്ന് മനസ്സിൽ പറഞ്ഞില്ലേ? ഇതാണ് പാപം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെന്നാണ് തിരുവചനം പറയുന്നത്. ബൈജോച്ചൻ പറഞ്ഞതല്ല. സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 26-ാം അധ്യായത്തില് കർത്താവ് നമ്മോട് പറയുക 11-ാമത്തെ തിരുവചനത്തിലൂടെ, മകനെ മകളെ, നീ അനുദിനം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന പാപങ്ങളെ കുറിച്ച് നീ ചിന്തിക്കുക. അത് വീണ്ടും വീണ്ടും നീ ആവർത്തിക്കുമ്പോൾ ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കുന്ന നായയ്ക്ക് തുല്യമായി തീരുകയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 47-ാമത്തെ തിരുവചനം പറയുന്നു, യജമാനന്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനനുസരിച്ച് ജീവിക്കുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. യജമാനന്റെ ഹിതം, എന്റെയും നിങ്ങളുടെയും യജമാനായ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നമ്മളൊക്കെ അറിഞ്ഞവരാണ്. യജമാനന്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് ജീവിക്കാത്തവൻ, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താത്തവൻ വീണ്ടും പ്രഹരിക്കപ്പെടും എന്നാണ് പറയുക. വീണ്ടും എബ്രായർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് ശ്ലീഹ 10-ാമത്തെ അധ്യായത്തില് 26-ാമത്തെ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാ. ഈ ദൈവത്തിന്റെ സ്നേഹത്തെ, ക്ഷമിക്കുന്ന സ്നേഹത്തെ ആഴമായി മനസ്സിലാക്കിയ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 26-ാം തിരുവചനം, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചിട്ടും നാം മനഃപൂർവ്വം വീണ്ടും പാപം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാനായിട്ട് ഇനിയൊരു ബലി അവശേഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ പൗലോസ് പറയുന്നത്? സത്യത്തെ കുറിച്ച് നിനക്ക് പൂർണ്ണമായ അറിവ് ലഭിച്ചിട്ടും നീ മനഃപൂർവ്വം വീണ്ടും വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ നിന്റെ പാപത്തെ കുറിച്ച്, നിന്റെ പാപത്തിന് പരിഹാരമായിട്ട് അർപ്പിക്കുവാനായി ഇനിയൊരു ബലി അവശേഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ പാപമോചനത്തിന് വേണ്ടി, പാപത്തിൽ നിന്നുള്ള, പാപസങ്കുചമായ ജീവിതത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയപുത്രനായ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയില് ബലി അർപ്പിച്ചു കഴിഞ്ഞു. എന്റെയും നിന്റെയും ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി, പാപത്തിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവൻ ബലി അർപ്പിച്ചു കഴിഞ്ഞു. ആ ബലിയെ നീ മനസ്സിലാക്കുന്നുണ്ടോ? ചിന്തിയ രക്തം നിന്റെ ജീവിതത്തെ കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പൗലോസ് നമ്മോട് പറയുന്നത്, കർത്താവിൻ്റെ സത്യം തിരിച്ചറിഞ്ഞ് അവൻ്റെ പിന്നാലെ പോവുക. യേശു പറഞ്ഞില്ലേ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. സത്യമെന്ന് പറയുന്നത് യേശുവാണ്. യേശുവിനെ കണ്ടെത്തിയവർക്ക്, യേശുവിനെ മനസ്സിലാക്കിയവർക്ക് ഒരിക്കലും ആ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് സാധിക്കുകയില്ല. 12-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നത്, ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനുള്ള കാരണങ്ങളെ കുറിച്ചും മാർപ്പാപ്പ പറയുന്നുണ്ട്. 12-ാം പിയൂസ് മാർപ്പാപ്പ ഒന്നാമത്തെ കാരണം, എന്തുകൊണ്ടാണ് മനുഷ്യന് പാപബോധം നഷ്ടപ്പെടുന്നത്? ഒന്നാമത്തെ കാരണം ഇതാണ്, എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അയലത്തെ വീട്ടിലെ ശോശാമ്മ ഏച്ചണി പറയുന്നു, അതുകൊണ്ട് ഈ വീട്ടിലെ അന്നമ്മയും ഏക്ഷണി പറയുന്നു. തെക്കേ വീട്ടിലെ ജോസഫ് ചേട്ടൻ തേങ്ങ കക്കുന്നു, അതുകൊണ്ട് ഈ വീട്ടിലെ തോമാസും തേങ്ങ കക്കുന്നു. അവനതാ അച്ഛനെ കുറിച്ച്, പുരോഹിതനെ കുറിച്ച് കുറ്റം പറയുന്നു, അതുകൊണ്ട് ഞാനും അവനോട് ചേർന്ന് കുറ്റം പറയുന്നു. എൻ്റെ ചേട്ടൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. ഒരു മാറ്റവുമില്ല.
നീ നിന്റെ തെറ്റിനെ ന്യായീകരിക്കുവാൻ അവൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നീ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അവന് ലഭിക്കുന്ന അതേ ശിക്ഷയ്ക്ക് നീയും അർഹനാണ്, അല്ലെങ്കിൽ അർഹയാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന പാപം ചെയ്യുവാനായിട്ടുള്ള ഒരു ലൈസൻസ് അല്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. മറ്റുള്ളവർ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. വേറെ ചിലർ പറയും, എന്താണെന്നറിയാമോ, മനുഷ്യൻ ബലഹീനനല്ലേ, അതുകൊണ്ട് പാപം അവന്റെ കൂടപ്പിറപ്പല്ലേ. ഞാൻ ബലഹീനനാണ്, അതുകൊണ്ട് പാപം എൻ്റെ കൂടപ്പിറപ്പാ. ഞാൻ ബലഹീനനാണ്, അതുകൊണ്ട് പാപം എൻ്റെ കൂടപ്പിറപ്പല്ലേ എന്ന് ചോദിച്ച് നിന്റെ ജീവിതത്തെ പാപത്തിൽ അമർത്താതെ നിന്റെ ബലഹീനതകളെ പരിഹരിക്കുന്നവൻ, നിന്റെ പോരായ്മകളെ പരിഹരിക്കുന്നവൻ, നിന്നെ ശക്തനാക്കുന്നവൻ, നിനക്കായി ബലിയർപ്പിച്ചവൻ, കാൽവരിയിൽ ബലിയർപ്പിച്ചവൻ, അവനിലേക്ക് നിന്റെ ജീവിതത്തെ തിരിച്ച് എൻ്റെ ബലഹീനതകളിൽ എന്നെ ശക്തിപ്പെടുത്തി പാപത്തിനടിമയായി ജീവിക്കാതെ എൻ്റെ ജീവിതത്തെ വിശുദ്ധിയിൽ വളർത്തുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് നീ കടന്നു വരണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ബലഹീനനാണ്, അതുകൊണ്ട് ഞാൻ പാപത്തിന് അടിമയാണ് എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തെ നശിപ്പിക്കാതെ എൻ്റെ ബലഹീനതകളിൽ എനിക്ക് ശക്തി നൽകുന്നവൻ, വീഴ്ചകളിലേക്ക് ഞാൻ നടന്നു നീങ്ങുമ്പോൾ മകനെ നീ അതിൽ വീഴരുത്, നിന്റെ കൈകൾ ഞാൻ പിടിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടുകൂടി നടക്കുന്ന എൻ്റെ കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞ് വിശുദ്ധിയുടെ ഒരു ജീവിതത്തിൽ ഞാൻ വളരണം. വീണ്ടും മാർപ്പാപ്പ പറയുന്നു, ഇതിനുള്ള മറ്റൊരു കാരണം വാർത്താ മാധ്യമങ്ങളിലൂടെയുള്ള തിന്മയുടെ അതിപ്രസരം. ശരിയല്ലേ? നമ്മൾ ഇന്ന് വാർത്ത കാണുവാനായിട്ട് വാർത്താ ചാനലുകളൊന്ന് തുറന്നു നോക്കിക്കേ. അതിൽ നമ്മൾ കാണുന്നത് 80 മുതൽ 90% വാർത്തകളും ഈ ലോകത്ത് നടക്കുന്ന തിന്മകളെ കുറിച്ചാണ്. പത്രം എടുത്ത് വായിച്ചു നോക്കിക്കേ, അതിൽ കാണുന്നതും ഒട്ടും വ്യത്യസ്തമല്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, ഈ ലോകത്തിൽ ഒരു നല്ല മനുഷ്യർ പോലും ഇല്ലേ? എത്രയോ നല്ല മനുഷ്യര് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അനുദിനം തെരുവിൽ കിടക്കുന്ന ആർക്കും വേണ്ടാതെ മക്കളെ എടുത്തുകൊണ്ട് ശുശ്രൂഷിക്കുന്ന എത്രയോ നല്ല ദൈവമക്കള് ഈ ലോകത്ത് ജീവിക്കുന്നു. എന്തുകൊണ്ട് ഇവരെ കുറിച്ചുള്ള വാർത്തകളൊന്നും ഈ മാധ്യമങ്ങള് പ്രചരിപ്പിക്കുന്നില്ല? ഉത്തരം സിമ്പിളാ, വിറ്റഴിയല അല്ലേ? ഇതാരും നമ്മൾ തന്നെ 24 മണിക്കൂറും വചനം പ്രസംഗിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രക്ഷേപണം ചെയ്യുന്ന ചാനലുകൾ നമ്മുടെ ടി വിയിലുണ്ടല്ലേ. ശാലോമോ അങ്ങനെയൊക്കെയുള്ള ചാനലുകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ എത്ര പേരത് കാണുന്നുണ്ട്? അപ്പോഴും നമ്മൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് എന്താ? ഈ തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന, തിന്മയെ മാത്രം ലോകത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ചാനലുകൾ കണ്ടിരിക്കാനാ അല്ലേ? ശരിയല്ല അച്ഛൻ പറയണേ? അതുകൊണ്ട് വാർത്താ മാധ്യമങ്ങളുടെ അതിപ്രസരം ഇത് മനുഷ്യന്റെ മനസാക്ഷിയെ ബാധിക്കുക, തിന്മയില്ലാതാക്കി അവന് തോന്നുക. അതുപോലെ തന്നെ മറ്റൊരു കാരണം അദ്ദേഹം പറയുക, അരുതുകളുടെ ധാർമ്മികതയിൽ നിന്ന് ക്രിയാത്മക ധാർമ്മികതയിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുക. അച്ഛൻ ആദ്യമേ പറഞ്ഞില്ലേ, പണ്ടൊക്കെ തെറ്റ് ചെയ്താല് അത് തെറ്റാണെന്ന് അംഗീകരിക്കുവാനും ആ തെറ്റിനെ ഏറ്റുപറയുവാനും നമുക്കൊക്കെ മനസ്സുണ്ടായിരുന്നു. പക്ഷെ ഇന്നോ ക്രിയാത്മകമായ കാര്യങ്ങളിലൂടെ, റീസണങ്ങളിലൂടെ നമ്മുടെ അധാർമികതയെ അധാർമികതമാക്കി മാറ്റുവാൻ ശ്രമിക്കുകയാണ് നമ്മളൊക്കെ. വീണ്ടും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ദൈവവിചാരത്തിൻ്റെ കുറവ്. എന്നെ സൃഷ്ടിച്ചൊരു ദൈവം, എന്നെ വഴി നടത്തുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ചിന്ത പല മനുഷ്യരിൽ നിന്നും മാറിപ്പോവുക. ഞാൻ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല, ഞാൻ പറയുന്നതൊന്നും ആരും പ്രവർത്തിക്കുന്നില്ല. നീ നിന്റെ കൊട്ടാരം പോലുള്ള വീട്ടിലെ സർവ്വവാതിലും അടച്ചു വെച്ച് നീ മാത്രം ചെയ്യുന്ന തെറ്റുകൾ പോലും കാണുന്നവനാണ് നിന്റെ ദൈവമെന്ന കാര്യം നീ മറന്നു പോകരുത്. നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിൽ, നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ നമ്മുടെ തിന്മകളെ ഒരുപക്ഷെ നമുക്ക് ഒളിപ്പിച്ചു വെക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ സകലതും കാണുന്ന ദൈവം
നമ്മുടെ കൂടെ ഉള്ള ദൈവം ഇതേത് സമയവും കാണുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതൊക്കെയാണ് ഏതാനും ചില കാരണങ്ങൾ. എന്ത്? മനസാക്ഷിയിൽ പാപം പാപമാണെന്ന് അംഗീകരിക്കുവാൻ മനുഷ്യന് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങൾ. നമ്മൾ നോയമ്പ് കാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? നോയമ്പ് കാലം ആരംഭിച്ചു. എന്നാ തുടങ്ങിയേ? ബുധനാഴ്ച തുടങ്ങി. സീറോ മലബാർ റൈറ്റിലാണെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങി അല്ലേ? നമ്മൾ നോയമ്പൊക്കെ ആരംഭിച്ചിരിക്കുക. ഈ നോയമ്പ് കാലം എന്തിനു വേണ്ടി തന്നിരിക്കുന്നതാ? എന്തിനു വേണ്ടി തന്നിരിക്കുക? ചിലർ പറയും എൻ്റെ അച്ഛ വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ തന്നിരിക്കുന്ന സമയമാണ്. കാരണം എന്താ? ഭാര്യയുടെ നിർബന്ധപ്രകാരം വീട്ടിൽ മാംസം, മീൻ ഇതൊന്നും കയറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഒരു 50 ദിവസം നോയമ്പ് കഴിയുമ്പോഴത്തേക്കും ഞാൻ പണ്ട് ടാർഗറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ വർഷാരംഭം എടുത്തൊരു റെസൊല്യൂഷൻ. ചിലരൊക്കെ റെസൊല്യൂഷൻ എടുക്കൂലേ ആരംഭത്തിൽ? എന്താ? ഈ വർഷം എൻ്റെ 80 കിലോയിൽ നിന്നൊരു 10 കിലോ കുറയ്ക്കണം. ശരിയല്ലേ? അപ്പം നോയമ്പ് കാലം ഏകദേശം അതിന് പറ്റിയൊരു കാലമാണ്. കാരണം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഭാരം കുറയും അല്ലേ? ശരീരം ഒന്ന് ചുങ്ങും. അതിനുവേണ്ടിയുള്ള സമയമാണ്. ഈ ശരീരം ചുങ്ങുന്നതോടുകൂടി ഒപ്പം നമ്മുടെ ആത്മാവിനെ വികസിപ്പിക്കുവാനുമായിട്ടുള്ളൊരു സമയമായത് നോയമ്പ് കാലം. ആത്മാവിനെ ഒന്ന് ഉണർത്തി നവീകരിക്കുവാനായിട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യുവാനായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയെ കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യുവാനായിട്ടുള്ള ഒരു സമയമാണ് ഏത്? നോയമ്പ് കാലം. അതിനുവേണ്ടിയുള്ള സമയം. അപ്പോൾ ഈ നിമിഷങ്ങളിൽ നമ്മൾ അതാണ് ചിന്തിക്കുവാനായിട്ട് പോവുക. എൻ്റെ ഈ ബന്ധങ്ങളിൽ ആരൊക്കെ തമ്മിലുള്ള ബന്ധം? ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവയെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു സമയമാണിത്. അച്ഛൻ ചോദിക്കട്ടെ, എന്താണ് പാപം? എന്താ പാപം? പാപത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് അല്ലേ? പാപത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ പാപം എന്താണെന്ന് അറിയണ്ടേ ധ്യാനിക്കുന്നതിന് മുമ്പ്? പണ്ട് വേദപാഠ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? അതൊക്കെ മറന്നു പോയച്ചാ. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതാ, പേപ്പറിൽ എഴുതി, പിറ്റേ ദിവസം തന്നെ സംഗതി മറന്നു. അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരിക്കണമെങ്കിൽ ഇത് പഠിച്ചില്ലെങ്കിൽ നടക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് പഠിച്ചു പോയതാ. അതുമല്ലെങ്കിൽ കല്യാണത്തിന് ചെന്നപ്പം അച്ഛനിച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. വേദപാഠം കൃത്യമായി പറഞ്ഞു കേൾപ്പിച്ചില്ലെങ്കിൽ രക്ഷയില്ല. അങ്ങനെ പലരും തിരിച്ചു പോയിട്ടില്ലേ? ഇടവപ്പള്ളി കല്യാണത്തിന് ചെന്നപ്പോഴേ വേദപാഠം പറയാൻ പറഞ്ഞപ്പം ഓർമ്മയില്ലാത്തതുകൊണ്ട് 3-4 പ്രാവശ്യമൊക്കെ നടന്നു പോയവരില്ലേ? ചിലർ വന്നിട്ട് പറയും ലാസ്റ്റ് അച്ഛനെ പഠിപ്പിക്കേണ്ട ഗതികേടായെന്ന് പറയും അല്ലേ? കാരണം അച്ഛൻ മടുത്തു. ഇവനെ വരുത്തി എല്ലാ ദിവസവും അച്ഛന് ഇവന് അപ്പോയിൻമെൻറ്റ് കൊടുക്കും. ഇവൻ വരും, പറയല, ഒരിക്കലും പറയല. അപ്പോൾ അച്ഛൻ പഠിച്ചു. അച്ഛൻ പറഞ്ഞു നീ ഇനി വരണ്ട മോനെ എന്ന് പറഞ്ഞു. വന്നിട്ടും കാര്യമില്ല എന്ന് അച്ഛന് മനസ്സിലായി. അങ്ങനെ പഠിച്ചതാ വേറെ ക്ലാസ്. എന്താ പാപം? പാപം എന്താ? നമ്മളിങ്ങനെ ഇച്ചിരി ദൂരം അധികമായതുകൊണ്ടേ അങ്ങോട്ട് ചോദിച്ച് മറുപടി കേൾക്കാച്ചിരിപ്പെടാ. സ്വരമുള്ളവരെന്ന് പറഞ്ഞേ, പാപം എന്താ? ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. പഠിച്ചോ? ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം. ദൈവകൽപ്പന എത്രയുണ്ട്? 10. ഉറപ്പല്ലേ? ഇപ്പം ഞാൻ നമ്മുടെ ടീൻസിന് ക്ലാസ് എടുത്തിട്ട് വരിക. ഞാൻ ചോദിച്ചപ്പോൾ ഒരു വിദ്വാൻ പറഞ്ഞു 12 എണ്ണം ഉണ്ടെന്ന്. അതേതാടാ 12 എണ്ണം? അപ്പോൾ പറഞ്ഞു നമ്മുടെ ഈശോ 2 എണ്ണം കൂടി എന്നോട് ചേർത്തിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈശോ 2 എണ്ണം ചേർക്കുകയല്ല ചെയ്തത്, ആ 10 എണ്ണത്തെ ഒന്ന് ചുരുക്കി നമുക്ക് എളുപ്പത്തിന് 2 തന്നിരിക്കുക. ഏതൊക്കെയാ അത്? നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ വിദ്വാൻ വിചാരിച്ചു ഇതും അതിൽ പെട്ടതാ. ഈശോയുടെ വക 2 എണ്ണം അഡീഷണൽ. അപ്പോൾ 12. നാട്ടിൽ ധ്യാനിച്ചപ്പം ഒരു സ്കൂളിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരു പയ്യൻ പറഞ്ഞു 15 എണ്ണം. എത്ര? 15. ദൈവപ്രമാണങ്ങൾ 15. ഞാൻ വിചാരിച്ചു ഈ അച്ഛനായി ഞാൻ പോലും അറിയാതെ 5 എണ്ണം എപ്പോൾ കിട്ടിയെന്ന്. അപ്പം അവനോടും പറയാണ് ഞാനേ ആ തിരുസഭയുടെ 5 എണ്ണം കൂടി അതിൻ്റെ കൂടെ അങ്ങ് ചേർത്തു. 10 എണ്ണത്തിൻ്റെ കൂടി തിരുസഭയുടെ 5 എണ്ണം കൂടി അങ്ങ് ചേർത്തു. അപ്പം
15. നമുക്കൊക്കെ അറിയാം ദൈവകൽപ്പനകൾ 10. ദൈവകൽപ്പനകൾ 10. ഈ ദൈവപ്രമാണത്തിന്റെ ലംഘനം തന്നെയാണ് ആദ്യ പാപം. അവിടെ തുടങ്ങിയതാണ് അതല്ലേ. ആദ്യത്തെ ഒരു കൽപ്പനയെ കർത്താവ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ? ദൈവമായ കർത്താവ് അവരോട് പറഞ്ഞു, ഏദൻ തോട്ടത്തിലുള്ള ഈ വൃക്ഷത്തിൽ നിന്ന് നീ ഖനി ഭക്ഷിക്കരുത്. ഭക്ഷിച്ചു. ആദ്യം ആര് ഭക്ഷിച്ചു? അവ ഭക്ഷിച്ചു. വീണ്ടും കൊണ്ടുപോയി ആദത്തിനും കൊടുത്തു. ചേട്ടനും ഭക്ഷിച്ചോ കുറച്ച്. ഇപ്പോഴും അങ്ങനെ ചെയ്യാറില്ലേ? ഭാര്യ ഭക്ഷിക്കുന്ന പാപത്തിന്റെ കനി ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന ഒത്തിരി കഥകളൊക്കെ ഉണ്ട്. അതൊന്നും അച്ഛനിപ്പോൾ പറയാൻ പോണില്ല. അപ്പോൾ ആ ഖനി ഇപ്പോഴും ഇങ്ങനെ ചിലപ്പോൾ കൊടുത്തോണ്ടിരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഭർത്താവ് ആദ്യം ഭക്ഷിച്ച് ഭാര്യയ്ക്കും കൊടുക്കാറുണ്ട്. തുല്യരാണല്ലോ, രണ്ടുപേരും ഒരുമിച്ച് ഖനി ഭക്ഷിക്കണം. ഞാൻ കഴിക്കുന്ന അതേ ഖനി അവളും ഭക്ഷിക്കണം, അവനും ഭക്ഷിക്കണം. ദൈവം ചോദിച്ചപ്പോൾ ആദം പറഞ്ഞു, നീ എനിക്ക് കൂട്ടിന് തന്ന ആൾ എന്നെ പറ്റിച്ചു. അവളാണ് ഇതിൻ്റെ കാരണം. പഴി അങ്ങോട്ട് ചാരി. പലപ്പോഴും അതാ ഈ പാപം ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്. എന്താ? അവൾ ചെയ്തു, അല്ലെങ്കിൽ അവൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിയും. പക്ഷെ നമ്മൾ ചെയ്ത പാപം ഒരിക്കലും പാപമല്ലാതാകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് ദൈവകൽപ്പനയുടെ ലംഘനമാണ്. പാപം എന്ന യാഥാർത്ഥ്യം ഇതാണ്. ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുന്നതിന് പകരമായി സ്വന്തം ഇഷ്ടത്തെ അന്വേഷിച്ച് പോകുക, സ്വന്തം മനസ്സിന്റെ നിലപാടുകൾക്കനുസരിച്ച് ജീവിക്കുക. ഇതാണ് പാപം. ദൈവത്തിന്റെ ഇഷ്ടം മാറ്റി സ്വന്തം ഇഷ്ടം അവിടെ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ നാം പാപം ചെയ്യുന്നവരായി തീരുന്നു. അതുകൊണ്ട് ദൈവവിചാരത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ദൈവിക നിയമത്തിനെതിരെയുള്ള വിചാരമോ ചിന്തകളോ വാക്കുകളോ പ്രവർത്തികളോ, ദൈവ നിയമത്തിനെതിരെയുള്ള ചിന്തകളോ വാക്കുകളോ പ്രവർത്തികളോ, ഇവയാണ് പാപമെന്ന് പറയുന്നത്. കത്തോലിക്ക സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം 1849 ഖണ്ഡികയിൽ പാപത്തെക്കുറിച്ചുള്ള നിർവചനം നൽകുന്നുണ്ട്. പ്രകാരമാണ് പറയുന്നത്: പാപമെന്നത് ബുദ്ധിക്കും സത്യത്തിനും യഥാർത്ഥ മനസാക്ഷിക്കും എതിരായ ഒന്നാണ്. എന്താണ് പാപം? പാപമെന്നത് ബുദ്ധിക്കും സത്യത്തിനും യഥാർത്ഥമായ മനസാക്ഷിക്കും എതിരായ ഒന്നാണ്. അതാണ് പറഞ്ഞത്, ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. യഥാർത്ഥമായ ബുദ്ധിക്കും മനസാക്ഷിക്കും പ്രവൃത്തിക്കും എതിരായവയാണ് പാപമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ തുടർന്നും പറയുന്നു, ചിലതിനോടുള്ള അമിതമായ ആഗ്രഹത്തിന്റെ ഫലമായി ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള യഥാർത്ഥമായ സ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയാണ്, വ്യതിചലിക്കലാണ് പാപമെന്ന് പറയുന്നത്. ചിലതിനോടുള്ള അമിതമായ ആഗ്രഹം, എനിക്ക് എൻ്റെതായ ആഗ്രഹം, എൻ്റെതായ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ ഞാൻ കേന്ദ്രീകരിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും സഹോദരന്റെ സ്നേഹത്തിൽ നിന്നും ഞാൻ വ്യതിചലിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റി സഞ്ചരിപ്പിക്കുന്നു. അതാണ് പാപം. ഇത് മനുഷ്യ പ്രകൃതിയെയും മനുഷ്യ സാഹോദര്യത്തെയും മുറിപ്പെടുത്തുന്നു. നമ്മുടെ തന്നെ മനുഷ്യ പ്രകൃതി എന്താണ്? മനുഷ്യ പ്രകൃതി ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളൊക്കെ ദൈവീകത നിറഞ്ഞവരാണ്. അതാണ് നമ്മുടെ മനുഷ്യ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ പാപങ്ങളും നമ്മളിലുള്ള ദൈവീകതയെ മുറിപ്പെടുത്തുന്നു. ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, ജീവിതം എന്നത് ദൈവത്തെ ദർശിക്കുവാനായിട്ടുള്ളത് അല്ലേ? സഹോദരങ്ങളിൽ ദൈവത്തെ ദർശിക്കുക. എന്നെ നോക്കുമ്പോൾ മറ്റുള്ളവരെ എന്നിലൂടെ ദൈവത്തെ ദർശിക്കണമെങ്കിൽ എൻ്റെ ജീവിതം ദൈവീകമാകണം. എൻ്റെ പാപങ്ങൾ ഈ ദൈവീകതയെ മുറിപ്പെടുത്തുന്നവയാണ്. അതുകൊണ്ട് പാപമെന്നുള്ളത് സ്വാർത്ഥതയാണ് പാപം. സ്നേഹശൂന്യമാണ് പാപം. അതുപോലെ തന്നെ നിസ്സംഗതയാണ് പാപം. സ്വാർത്ഥതയാണ് പാപം, സ്നേഹശൂന്യതയാണ് പാപം, നിസ്സംഗതയാണ് പാപം. പാപം ദൈവസ്നേഹം നഷ്ടപ്പെടുത്തും. നമ്മളിലുള്ള ദൈവീക സൗന്ദര്യം നഷ്ടപ്പെടുത്തും. പാപം ദൈവസ്നേഹം നഷ്ടപ്പെടുത്തും. പാപത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാ?
വീണ്ടും വേദപാഠ ക്ലാസ്സിലേക്കാണ് പോണ അച്ഛൻ. അടുത്ത പരീക്ഷ എന്താണ്? പാപത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെ ഫലം എന്നാ? മരണം. മരണം. ഫ്രൂട്ട് ഓഫ് ദ സിൻ ഈസ് ഡെത്ത്. അപ്പൊ പലരും ചിന്തിക്കും, ഈ അച്ഛൻ എന്ത് തമാശ പറയുന്നത്, ഇത്രയും കാലമായിട്ട് എന്തെല്ലാം മാരക പാപങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്, എന്നിട്ട് ഇതാ ഞങ്ങളിവിടെ വന്നിരിക്കുന്നു. അച്ഛൻ പറയുന്ന വലിയ തമാശയാ. പാപത്തിന്റെ ഫലം മരണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഈ പാപം നമ്മിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. വീണ്ടും വിശുദ്ധിയുടെ തലത്തിലേക്ക് നമ്മളെ കർത്താവ് ഉയർത്തി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വിശുദ്ധിയുടെ തലത്തിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തി. അതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുക? മാരകമായ പാപം നാം ചെയ്യുമ്പോൾ നമ്മളിൽ ആത്മീയമായിട്ടുള്ള മരണം സംഭവിക്കുന്നു. ആത്മീയമായിട്ടുള്ള മരണം. ഇത് പറയുന്നത് ആത്മാവിന്റെ മരണത്തെക്കുറിച്ചാണ്. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? പാപം മനുഷ്യനെ മരണത്തിലാഴ്ത്തുന്നു. അതായത് ആത്മീയമായിട്ടുള്ള മരണം. നമുക്കറിയാമല്ലേ, പാപം ചെയ്തു കഴിഞ്ഞാൽ ആ വിശുദ്ധിയിലുള്ള ഒരു ഉണർവ് നമുക്കുണ്ടാകാറുണ്ടോ? കുമ്പസാരം കഴിയുമ്പോഴേ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കുമ്പസാരം എന്ന കൂദാശിയിൽ പാപങ്ങളെ മുഴുവൻ, ആ പാപത്തിൻ്റെ ഭാരം മുഴുവൻ ഇറക്കി വെച്ച് ഇങ്ങോട്ട് നടന്ന് മാറുമ്പോൾ നമ്മളിലുള്ള ആ ഒരു ഭാരക്കുറവിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നാം അനുഭവിക്കുന്ന സമാധാനത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. സത്യസന്ധമായ ഒരു കുമ്പസാരം നടത്തി. ചിലരൊക്കെ കുമ്പസാരിപ്പിക്കുമ്പോഴേ ഒരു പേരിന് വേണ്ടി കുമ്പസാരിക്കും. സഭയുടെ നിയമമാണല്ലോ, ആണ്ടിലൊന്നെങ്കിലും കുമ്പസാരിക്കുകയും ദിവ്യകാര്യം സ്വീകരിക്കുകയും ചെയ്യാന്നുള്ളത് സഭയുടെ നിയമം അല്ലേ? അതുകൊണ്ട് ആ പേരിൽ പോകും എപ്പോഴാണ്? പ്രത്യേകിച്ച് ഈ സീസണിലാണ്. അതും സ്വന്തം ഇടവപ്പള്ളിയിലോട്ട് പോകുകയല്ല. കാരണം എന്താ? അച്ഛനെങ്ങാനും എൻ്റെ മുഖം തിരിച്ചറിഞ്ഞാലോ അടുത്ത ഇടവപ്പള്ളിയിലോട്ട് ചെല്ലും. എന്നിട്ട് പറയും, അച്ഛൻ ഞാൻ കുമ്പസാരിച്ചിട്ട് 2 മാസമായി. ഉടനെ തന്നെ പറയും, ഞാൻ കള്ളം പറഞ്ഞു. കാരണം എന്താ? കുമ്പസാരിച്ചിട്ട് 1-2 കൊല്ലമായി കാണും. അപ്പം അപ്പ ചെയ്ത പാപത്തിനും പരിഹാരം ഏറ്റുപറച്ചില്ല. അച്ഛാ കുമ്പസാരിച്ചിട്ട് 2 മാസമായി, 2 മാസത്തിൽ കൂടുതലായെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെല്ലിച്ചന്മാരൊക്കെ എടുത്ത് ചെന്ന് ഞാൻ കുമ്പസാരിച്ചിട്ട് 1 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ഇച്ചിരി വഴക്കൊക്കെ കേൾക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് കുമ്പസാരിക്കുന്നത് ചോദിച്ചെന്ന് വരും അല്ലേ? അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു അച്ഛൻ കുമ്പസാരിച്ചിട്ട് 2 മാസം, ഉടനെ തന്നെ ഞാൻ കള്ളം പറഞ്ഞു. അങ്ങനെയുള്ള സിറ്റ് പല പല കുമ്പസാരം അതല്ലേ ഞാൻ പറഞ്ഞത്. സത്യസന്ധമായ ഹൃദയം തുറന്ന് നിന്റെ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയുള്ള ഒരു കുമ്പസാരം നീ നടത്തിയാൽ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ സമാധാനം, ഒരു ഭാരക്കുറവ്, ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എന്ത് സംഭവിച്ചു? മരിക്കാനായി തുടങ്ങിയിരിക്കുന്ന ആത്മാവ് വീണ്ടും ജീവൻ വെച്ചു, ദൈവീകതയിലേക്ക് വളർന്നു. അതുകൊണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഏകാന്തതയിലേക്കും സമാധാനമില്ലായ്മയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല എന്ന് പറഞ്ഞിവിടെ ഇരിപ്പുണ്ടെങ്കിൽ, കർത്താവെ ആന്തരികമായി സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നീ നിന്റെ പാപത്തെ ഒന്ന് ഇറക്കി വെക്കണം. നാളെ നമ്മൾ ആന്തരിക സൗഖ്യത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ് ആന്തരിക സൗഖ്യം. അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ നാളെ വരും. അപ്പോൾ കൂടുതലായിട്ട് നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കും. അപ്പോൾ പാപത്തിൻ്റെ ഫലം മരണം. രണ്ടാമത്തെ ഫലം എന്താ? സിൻ മേക്സ് us slave. പാപം നമ്മളെ അടിമകളാക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ചെയ്യുന്ന പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുവാനായിട്ട് ഇടയാകുന്നത്. ശരിയല്ലേ? എത്രയോ പ്രാവശ്യം കുമ്പസാരിച്ച പാപങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രശസ്ത എഴുത്തുകാരനായ ലൂയിയുടെ ഒരു കഥയാണ് ദ ഗ്രേറ്റസ്റ്റ് ഡിവോഴ്സ്.
വലിയ മോചനം. വിവാഹ മോചനത്തെക്കുറിച്ചല്ല കേട്ടോ പറയുന്നത്, മോചനം, ഗ്രേറ്റസ്റ്റ് ഡിവോഴ്സ്. അതിൽ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്തെത്തിയിരിക്കുക. നമ്മുടെ വിശ്വാസമല്ലേ, ചില ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ അല്ലേ? അങ്ങനെ ഈ മനുഷ്യൻ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുക. അവിടെ വെച്ച് ഈ മനുഷ്യൻ കരഞ്ഞ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ ഈ വലിയ പീഡകളിൽ നിന്ന് രക്ഷിക്കണമേ. എന്നെ അദ്ദേഹത്തെ വലയം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ബന്ധിച്ചിരിക്കുന്നത് കാമാസക്തി എന്നുള്ള പിശാച. ഈ പിശാച് ഇയാളെ ബന്ധിച്ചിരിക്കുക. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ദൈവമേ ഈ കാമാസക്തി എന്ന പിശാചിൽ നിന്ന് എന്നെ നീ മോചിപ്പിച്ച് രക്ഷിക്കണമേ. ഇവന്റെ കരച്ചില നിലവിളി കേട്ട് ദൈവം ഒരു ദൂതനെ ഇവന്റെ അടുക്കിലേക്ക് അയച്ചു. ഇവന്റെ അടുക്കിലേക്ക് ദൂതനെ അയച്ചു. ദൂതൻ വന്നപടി മനുഷ്യനോട് ചോദിച്ചു, നിന്നെ ബന്ധിച്ചിരിക്കുന്ന, നിന്നെ അടിമയാക്കി വെച്ചിരിക്കുന്ന കാമാസക്തി എന്ന പിശാചിനെ ഞാൻ കൊല്ലട്ടെയോ? എന്താ ചോദ്യം? നിന്നെ അടിമയാക്കി വെച്ചിരിക്കുന്ന കാമാസക്തി എന്ന പിശാചിനെ ഞാൻ തട്ടട്ടെ, കൊന്നു കളഞ്ഞേക്കട്ടെ? ഉടനെ ഈ മനുഷ്യൻ പറയുക, കൊല്ലണ്ട മാലാഖേ, ഒന്ന് പേടിപ്പിച്ചു നിർത്തിയാൽ മതി. കൊല്ലണ്ട, ഒന്ന് പേടിപ്പിച്ചു നിർത്തിയാൽ മതി. ചിലപ്പോൾ അവൻ എന്നെ വിട്ടേക്കും, പേടിപ്പിച്ചു നിർത്തിയാൽ മതി. വീണ്ടും മാലാഖിവനോട് ചോദിച്ചു കൂടുതൽ സ്വരത്തിൽ, നിന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്ന കാമാസക്തി എന്ന തിന്മയെ, പിശാചിനെ ഞാൻ കൊല്ലട്ടെ, വധിക്കട്ടെ? വീണ്ടും ഈ മനുഷ്യൻ പറഞ്ഞു, വേണ്ട മാലാഖേ, അവൻ്റെ കയ്യും കാലും ഒക്കെ ഒന്ന് ഒടിച്ചു വിട്ടാൽ മതി. കയ്യും കാലും ഒന്ന് ഒടിച്ചു വിട്ടാൽ മതി, എനിക്ക് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോരാൻ പറ്റും. മൂന്നാമതും മാലാഖ ചോദിച്ചു, നിന്നെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഈ പിശാചിനെ ഞാൻ കൊല്ലട്ടെ? ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, ശരി, തട്ടിക്കൂ, കൊന്നേരെ. അങ്ങനെ കഥ പറയുക, ആ പിശാചിനെ വധിച്ച് ഈ മനുഷ്യനെ വെള്ളിത്തേരിൽ കയറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന. പാപം നമ്മളെ അടിമയാക്കും. ഈ കഥയിലെ മനുഷ്യൻ പാപത്തിന് അടിമയായിരുന്നു. നമ്മുടെ കുമ്പസാരവും പലപ്പോഴും അങ്ങനെയാ. പൂർണ്ണമായി ഒരു പശ്ചാത്താപത്തോടുകൂടി നമ്മൾ കുമ്പസാരിക്കാറില്ല. ഒരേ പ്രാവശ്യവും പോകുമ്പോൾ അടുത്ത ഒരു മാസത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ്, ഏറ്റു പറഞ്ഞു, പാപമോചനം കിട്ടി, ഇറങ്ങി വന്ന് വീണ്ടും അതിൽ തന്നെ പെട്ടു. എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ പേടിപ്പിച്ച് നിർത്തും, അല്ലെങ്കിൽ ഒന്ന് കയ്യും കാലും ഒടിച്ചു നോക്കും. അങ്ങനെ ഈ കയ്യും കാലും ഒടിച്ച സാധനമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2-3 മാസം വരെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോഴേ മദ്യപാനം നിർത്തി വരുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് അല്ലേ? വരുന്ന ഒരു 2 മാസത്തേക്ക് എന്തോ ഒരു സ്പിരിറ്റാന്നറിയാമോ? ദൈവമേ, ഇതുപോലൊരു വിശുദ്ധൻ ആ നാട്ടിലില്ല. ആ 2 മാസത്തേക്ക് പള്ളിയിലെ ഏറ്റവും വലിയ വിശുദ്ധനാണ് ആര്? ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി കൂട്ടി നിർത്തി വന്നിരിക്കുന്ന ഈ മനുഷ്യൻ. എന്താ സംഭവിച്ചത്? അവിടെ നിന്ന് കയ്യും കാലൊക്കെ ഒടിച്ചിട്ട് തിരിച്ചു പോന്നു. 2 മാസം കഴിഞ്ഞപ്പം കയ്യും കാലിൻ്റെ ഒക്കെ ഒടിവൊക്കെ നിവർന്ന് സുഖമായി. ശങ്കരൻ വീണ്ടും തെങ്ങുമ്പോൾ തന്നെ പഴയ പണിയിലേക്ക് തന്നെ തിരിച്ചുപോയി. യഥാർത്ഥമായ കുമ്പസാരത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ പാപത്തെ പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പറയുന്നത്, പാപം നമ്മളെ അടിമകളാക്കും. മൂന്നാമത്തെ ഫലം എന്താണ്? പാപം നമ്മളെ അശുദ്ധരാക്കുന്നു. സിൻ മേക്സ് us dirty. പാപം നമ്മളെ അശുദ്ധരാക്കുന്നു. പാപം പലപ്പോഴും ചെയ്യുമ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്നൊരു കാര്യമാണ് ഏത്? കുറ്റബോധം അല്ലേ? കുറ്റബോധം അച്ഛൻ പറയും ഒരു പരിധി വരെ നല്ലതാ. കാരണം എന്താണെന്നറിയാവോ? കുറ്റബോധം ഉണ്ടെങ്കിൽ, നീ പാപം ചെയ്യുമ്പോൾ നിന്നിലേക്ക് കുറ്റബോധം കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ ആത്മാവ് പരിപൂർണമായിട്ട് മരിച്ചിട്ടില്ല എന്നാ. കുറ്റബോധം നിന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ ആത്മാവിൽ എവിടെയൊക്കെയോ ജീവൻ തുടിക്കുന്നുണ്ട്, ഉണ്ട്. അതുകൊണ്ട് ആ പാപത്തെ ഏറ്റുപറയണം. കുറ്റബോധം പശ്ചാത്താപത്തിലേക്ക് നയിക്കണം. ആ കുറ്റബോധമാണ് നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിച്ച് ഉണർവുള്ള അല്ലെങ്കിൽ ജീവനുള്ള ആത്മാവിനെ ഒന്നുകൂടി ഉണർത്തുവാൻ, പരിപൂർണ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് നമ്മളെ സഹായിക്കുക. നാലാമത്തെ ഫലം എന്താണ്? പാപം നമ്മെ പിതാവിൽ നിന്ന് അകറ്റുന്നു. ഏത് പിതാവാ? സ്വർഗീയ പിതാവിൽ നിന്ന് നമ്മെ അകറ്റുന്നു. നമുക്കൊരു ചിന്തയുണ്ട്, ഞാൻ പാപിയായതുകൊണ്ട് ദൈവം എന്നെ വെറുക്കുന്നു എന്ന്. പല പാപികളുടെയും ചിന്തയാത്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാ,
ഞാൻ ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് ദൈവം എന്നെ വെറുക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ചിന്ത, ദൈവത്തിന് എന്നോട് ദേഷ്യമാണോ എന്നുള്ള ചിന്ത. എന്നാൽ ഞാൻ പറയും, God always loves the sinner, but he hates the sin. ദൈവം പാപികളെ എപ്പോഴും സ്നേഹിക്കുന്നു, പക്ഷേ പാപത്തെ വെറുക്കുന്നു. ഒരു കാര്യം നീ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ നീ കോടാനുകോടി മാരക പാപങ്ങൾ ചെയ്താലും നിന്റെ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. ഈ ലോകത്തില് നീ ഏതെല്ലാം മാരകപാപങ്ങൾ ചെയ്യാലും നിന്നോട് നിന്റെ ദൈവത്തിനുള്ള സ്നേഹത്തിന് യാതൊരു കുറവില്ല. അടിവരയിട്ടര്, നീ എത്ര വലിയ പാപിയാണെങ്കിലും നിന്റെ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നീ ഏതൊക്കെ പാപം ചെയ്ത് ദൈവത്തെ നിന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാലും ആ ദൈവം നിന്നെ വിട്ടു പോകില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ചെയ്യുന്ന ഒരു പാപത്തിനും നിന്റെ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു കണ്ണി പോലും കുറയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതാ നിന്റെ ദൈവം. ഇവിടെ സംഭവിക്കുന്നത്, പാപം ചെയ്യുമ്പോൾ ദൈവം നിന്നിൽ നിന്ന് അകന്നു പോവുകയല്ല, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. നീ നിന്റെ വഴി തേടി പോവുകയാ, ദൈവത്തെ മറന്ന് നീ നിന്റെ വഴിയെ പോവുകയാ. ആ ദൈവം എപ്പോഴും നിനക്ക് വേണ്ടി നിന്നെ കാത്തിരിപ്പുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ നല്ല വെയിലുള്ള സമയത്ത് സ്ത്രീകളുടെ കയ്യിൽ ഒരു ഉപകരണം ഉണ്ടാവും അല്ലേ? എന്താ അത്? കൊട. ശരിയല്ലേ? നാട്ടിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കൊട. എന്തിനാ കൊട ചൂടുന്നേ? എന്തിനു വേണ്ടിയാ കൊട ചൂടുന്നേ? വെയിലടിക്കാൻ തന്നെയാണോ? വെയിലടിച്ചാൽ സൗന്ദര്യം മങ്ങും എന്നുള്ള വേറൊരു കാര്യമുണ്ടല്ലേ? അല്ലേ? വെയിലടിച്ച എത്രയോ പേര് പോകുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, അച്ഛനൊന്നും പറയണില്ല, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പോ ഈ കൊട ഇങ്ങനെ നിവർത്തും നല്ല വെയിൽ വരുമ്പം, ശരിയല്ലേ? പക്ഷെ ഈ കൊട നിവർത്തിയെന്നോർത്ത് സൂര്യൻ എങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്നുണ്ടോ? ഇല്ല. സൂര്യൻ അവിടെ ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാ. എന്താ സംഭവിക്കുന്നത്? സൂര്യനും നിനക്കുമിടയിൽ നീ ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുക, ഒരു തടസ്സം, ഒരു ഷെയ്ഡ് വെച്ചിരിക്കുക. അതുകൊണ്ട് ആ പ്രകാശം അതുപോലെ നിന്നിലേക്ക് വരുന്നില്ല. ഇത് തന്നെയാ പാപിയുടെ അവസ്ഥ. പാപിയുടെ അവസ്ഥ ഇത് തന്നെയാ. പാപമെന്ന് പറയുന്ന കൊട നമ്മൾ നിവർത്തി വെച്ചിട്ട് ദൈവസ്നേഹത്തിന് തടസ്സം വെച്ചിട്ട് പറയുക ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. ശരിയാണോ? ഇതിലാരാ കുറ്റക്കാരൻ? ഇതിലാരുടെ പോരായ്മയാ? എൻ്റെ തന്നെ പോരായ്മയല്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ കുടയൊന്ന് ചുരുക്കണം, പാപത്തെ ഒന്ന് മായ്ക്കണം, പാപത്തെ ഒന്ന് ഏറ്റുപറഞ്ഞ് ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കണം. അപ്പോഴെന്ത് സംഭവിക്കും? എനിക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വലതുകര ഉയർത്തിയെന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് പറ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഞാൻ എത്ര വലിയ പാപിയായിരുന്നാലും എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് ഒരൊറ്റ കുറവ് പോലുമില്ല. ആ ദൈവം എന്നെ പരിപൂർണമായി സ്നേഹിക്കുന്നു, പരിപൂർണമായി സ്നേഹിക്കുന്നു. ഇനി അച്ഛൻ ചോദിക്കട്ടെ, നിങ്ങൾ പാപികളാണോ? ആണോ? ആണോ? മടിയാ ചിലർക്കൊക്കെ പറയാൻ. ഇതെങ്ങനെ പറയും? ഇവിടെ എത്ര രൂപക്കൂടി പണിയേണ്ടി വരുമോ? സിംഗപ്പൂരിലുള്ള ആദ്യത്തെ വിശുദ്ധന്മാരായിരിക്കും ഇരിക്കണം. പാപികളാണോ? അതെ. അല്ലെങ്കിൽ ഇനി വരുന്ന വചനങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചോ. ആത്മാർത്ഥമായിട്ട് ചിലരൊക്കെ കുമ്പസാരിക്കാൻ വന്നു കഴിഞ്ഞാലേ, കുമ്പസാരിച്ചിട്ട് ചിലപ്പോൾ 6 മാസമായാലും പറയും, അച്ഛാ എനിക്ക് പാപമൊന്നുമില്ല എന്ന്. അവരോട് ചോദിക്കും, പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? പാപമില്ലെങ്കിൽ പിന്നെ വരേണ്ട കാര്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. 2, 3, 4 മാസം കഴിഞ്ഞ് കുമ്പസാരക്കൂട്ടി വന്നിട്ട് അച്ഛനോട് പറയുക, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ വെറുതെ ഒന്ന് അച്ഛനോട് കുമ്പസാരിക്കാൻ വേണ്ടി വന്നു. പാപമില്ല പിന്നെ കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പലർക്കും സംഭവിക്കുന്നത് പാപം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ്. അധികമൊന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആ 10 പ്രമാണങ്ങളൊന്ന് എടുത്തു വെച്ച് ആത്മാർത്ഥമായൊന്ന് ധ്യാനിച്ച് മനസാക്ഷിയോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി നമ്മൾ എത്ര വലിയ പാപികളാണെന്നറിയാൻ. ഈ 10 എണ്ണത്തിൻ്റെയും പുറകെ പോകാൻ പറ്റിയില്ലെങ്കിൽ അവസാനം പറഞ്ഞ 2 എണ്ണം ഇല്ലേ, സംഗ്രഹിച്ച 2 എണ്ണം. ഏതാ? ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 2 പ്രമാണം മാത്രം എടുത്തു വെച്ച് ഒരു ആത്മപരിശോധന ചെയ്തു നോക്കിയാൽ മതി.
ഞാൻ എത്ര വലിയ പാപിയാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട്. നമ്മൾ അല്പസമയം അതിനുവേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ പോവുക. ഏതിനു വേണ്ടിയാ? ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി. ഈ 10 പ്രമാണങ്ങൾ, ആദ്യത്തെ 3 പ്രമാണങ്ങൾ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ആദ്യത്തെ 3 പ്രമാണങ്ങളിൽ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. ഏതൊക്കെയാ? ഒന്നാമത്തെ പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാമത്തെയോ, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. മൂന്നാമത്തെ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ചിലരൊക്കെ പറയും, അച്ചോ 10 പ്രമാണങ്ങളുണ്ട്, ശരിയാ, പക്ഷെ ഞാനതിൽ 9 എണ്ണം പാലിക്കുന്നുണ്ട്, ഒരെണ്ണം അങ്ങോട്ട് പാലിക്കാൻ പറ്റണില്ല. ചിലർ പറയും ഞാൻ 8 എണ്ണമൊക്കെ പാലിക്കും, 2 എണ്ണം പാലിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവരെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുക? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: കൽപ്പനകളിൽ ഒന്ന് ലംഘിച്ചാൽ എല്ലാം ലംഘിച്ചതിന് തുല്യമാണ്. പോയില്ലേ കാര്യം? ഇത്രയും നാൾ അങ്ങനെ പറഞ്ഞ് ആശ്വസിച്ചവർക്കും വെടി തീർന്നു. കൽപ്പനകൾ ഒന്ന് ലംഘിച്ചാൽ എല്ലാം ലംഘിച്ചതിന് തുല്യമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള 3 പ്രമാണങ്ങളുണ്ട്. 1, 2, 3. 1, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 2, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. സമയക്കുറവുകൊണ്ട് ഞാനിത് ഒരുമിച്ച് അങ്ങ് പറയാൻ പോവുക. ഇതെല്ലാം പാലിക്കുന്നവരാണോ നമ്മൾ? ആണോ? ഒന്നാമത്തെ പ്രമാണം, ദൈവമല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ദൈവമൊന്നുമില്ല, കർത്താവ് തന്നെയാണ് എൻ്റെ ദൈവം. അപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞു അറിയാതെയാണെങ്കിൽ പോലും എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെക്കാൾ അധികമായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ശരിയല്ലേ? യുവതികന്മാർ, പ്രത്യേകിച്ച് പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ടുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കി അല്ലേ? പ്രേമിച്ചേ വിവാഹം കഴിച്ചവരൊന്ന് ചിന്തിച്ചു, എത്രയോ പ്രാവശ്യം നിൻ്റെ ലവ് ലെറ്ററിലും അല്ലെങ്കിൽ നേരിട്ട് ഫോണിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവത്തെക്കാൾ അധികമായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവം ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാം, പക്ഷെ നീ ഇല്ലെങ്കിൽ ജീവിക്കാൻ പാടാ. എൻ്റെ തേനെ പാലെ തേങ്ങാക്കൊലെ എന്നതാണാവോ, അങ്ങനെയൊക്കെ പറയും. ഈ പാർട്ടികൾ ഇത്രയും പ്രേമിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാലും 5-6 വർഷം കഴിയുമ്പോൾ തുടങ്ങുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ, അതിലേക്കൊക്കെ അങ്ങ് വരും. അതൊക്കെ പോട്ടെ, അതൊരു വശം. അപ്പോൾ ദൈവത്തെക്കാൾ അധികമായിട്ട് സ്നേഹിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനൊരു പറ്റുപറ്റിപ്പോയി. സ്നേഹിച്ചിട്ടില്ല, പക്ഷെ പറ്റുപറ്റിപ്പോയി. ശരിയാ. ഈ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഏതാ കർത്താവിൻ്റെ ദിവസം? കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് ഞായറാഴ്ചയാണ്, പക്ഷേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ ദിവസം ഏതാന്ന്. ശരിയല്ലേ? എൻ്റെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് എൻ്റെ കർത്താവിൻ്റെ ദിവസം. എൻ്റെ ജോലി തിരക്കുകൾ അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും ഏതാണ് കർത്താവിൻ്റെ ദിവസം. പക്ഷെ അതല്ല, തിരുവചനത്തിൽ കർത്താവിൻ്റെ ദിവസം 6 ദിവസം എൻ്റെ മക്കളെ നമുക്ക് വേണ്ടി ദൈവം തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ, നിങ്ങളുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും, എങ്കിലും ഓർക്കുക എന്താ, 6 ദിവസം എനിക്ക് വേണ്ടി കർത്താവ് തന്നിട്ടുണ്ട്. എന്നിട്ട് 7-ാം ദിവസം കൂടി ഞാൻ തന്നെ ഉപയോഗിക്കുന്നത് സ്വാർത്ഥതയല്ലേ? ശരിയല്ലേ? പലർക്കും ഈ കർത്താവിൻ്റെ ദിവസമാണ് എന്തിനു വേണ്ടിയുള്ളത്? പെണ്ണ് കാണൽ ചടങ്ങ്. നാട്ടിലൊക്കെ പെണ്ണ് കാണാൻ ഉപയോഗിക്കുന്ന ദിവസം ഞായറാഴ്ചയാവും. ഞാൻ ആശ്രമത്തിൽ, നടവയൽ ആശ്രമത്തിൽ കുറച്ച് കാലം ഉണ്ടായി, ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ. അപ്പോൾ അവിടെ ഒരു ദിവസം രാവിലെ തന്നെ വന്നിരിക്കുക, എൻ്റെ അച്ഛോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ മോനെ പറ്റിയേ? അതെ അച്ഛോ, കല്യാണം ഒന്നും നടക്കുന്നില്ല. കാരണം എന്താ? ഞാൻ ചോദിച്ചു, നീ എത്ര പെണ്ണുങ്ങളെ കണ്ടു? അവൻ പറഞ്ഞു, ഇപ്പം ഏകദേശം ഒരു 1/2 സെഞ്ചുറിയോളം അടിച്ചിട്ടുണ്ട്. എത്രയാ? 50ഓളം ആയിട്ടുണ്ട്. ഇതുവരെ ഒന്നും ശരിയാകുന്നില്ല. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ എപ്പോഴാണ് ഈ പെണ്ണ് കാണാൻ പോണേ? അത് ഭയങ്കര രസമാച്ചാ, ഞായറാഴ്ച രാവിലെ തന്നെ ഇറങ്ങും.